2025 ജനുവരി മാസം 5-ാം തീയതി കേരളത്തിലെ തെക്കൻ ജില്ലയായ കൊല്ലത്ത് പറവൂരിനടുത്തുള്ള ഈഴാഴിക്കോട്ട് എന്ന സ്ഥലം. രാവിലെ സുദർശനം പിള്ള എന്ന വ്യക്തി തൻ്റെ വീട്ടുവളപ്പിലൂടെ നടക്കുമ്പോൾ തൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ ഉണങ്ങിയ ഇലകൾക്കിടയിൽ ഒരു കൂമ്പാരത്തിൽ ഒരു നവജാത ശിശുവിനെ കാണുകയാണ്. അയാൾ ദൃശ്യം കണ്ട് ഞെട്ടിപ്പോകുന്നു. കാരണം ജനിച്ച് അധിക സമയമാകാത്ത ഒരു ആൺകുഞ്ഞിനെയാണ് അയാൾ കാണുന്നത്. കൂടാതെ പൊക്കിൽ കൊടി പോലും മുറിച്ചു മാറ്റിയിട്ടില്ല. വീടിൻ്റെ പിന്നിലെ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ആ കുഞ്ഞിനെ മരപ്പണിക്കാരനായ സുദർശൻ പിള്ളയും മരുമകൻ വിഷ്ണുവും ചേർന്ന് തിരുവനന്തപുരത്തുള്ള ശ്രീ ഔട്ടാൻ തിരുനാൾ ആശുപത്രിയിൽ എത്തിച്ചു. അവശ നിലയിലായിരുന്ന കുട്ടിയെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് പോലീസ് അവിടെ വരുന്നു. അമ്മയെ കണ്ടെത്താനുള്ള ദൗത്യം പോലീസ് ആരംഭിച്ചു. പ്രദേശത്ത് മുഴുവൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവിടെ താമസിക്കുന്ന നിരവധി സ്ത്രീകളെ ചോദ്യം ചെയ്യുന്നു. ചിലർ ആ സംഭവം കൂടി അറിഞ്ഞിട്ട് പോലുമില്ല. സംശയം തോന്നിയ സ്ത്രീകളെ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മുഖത്തിലൂടെയും മിന്നിമായുന്ന ഭാവങ്ങളിലൂടെയും പോലീസ് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരാരുമല്ല അതെന്ന് പോലീസിന് മനസ്സിലായി. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് സത്യം കണ്ടുപിടിച്ചു. കുഞ്ഞിൻ്റെ അമ്മ മറ്റാരുമല്ല, സുദർശൻ പിള്ളയുടെ മകൾ രേഷ്മയാണ്. പോലീസിന് ആദ്യം രേഷ്മയെ സംശയമില്ലായിരുന്നു. മരുമകൻ വിഷ്ണുവിൻ്റെ ഒപ്പം രേഷ്മ വളരെ സാധാരണ നിലയിൽ വരികയും മീഡിയയോട് വളരെ സാധാരണ നിലയിൽ തൻ്റെ അച്ഛനാണ് ആ കുഞ്ഞിനെ കണ്ടു എന്നൊക്കെ മൊഴി നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പോലീസിന് അവരുടെ രൂപഭാവങ്ങളിലൊന്നും പോലീസിന് സംശയം തോന്നിയില്ല. പിന്നീട് DNA ടെസ്റ്റിലൂടെയാണ് രേഷ്മയാണ് ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പോലീസ് കണ്ടെത്തുന്നത്. ജൂൺ 22-ന് രേഷ്മയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഭർത്താവ് ഉൾപ്പെടെ ആരും അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഞെട്ടിക്കുന്ന ഒരു ക്രൂര കൊലപാതകത്തിൻ്റെ കഥ ആരംഭിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ ജൂൺ 20